അതുല്യയുടെ ബന്ധു ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നിങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം ചെറുതല്ല, അത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇയാളുമായി മുൻപും പ്രശ്നമുണ്ടായിരുന്നു, അത് സമവായത്തിൽ മധ്യസ്ഥതയിൽ പരിഹരിച്ചതാണെന്ന വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഇയാളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയായി ആ പെൺകുട്ടി നേരിട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ ബന്ധുക്കൾക്ക് അറിവുണ്ടായിരുന്നോ സർ? ഹലോ, നമസ്കാരം. ഞാൻ അതിന്റെ പ്രത്യക്ഷനാണ്. ഇവരുടെ വിവാഹം കഴിച്ചിട്ട് ഉദ്ദേശം ഒരു 15 വർഷത്തിൽ കൂടുതലാവും. ഒരു ഉദ്ദേശം വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം മദ്യപിക്കും, മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമെന്നൊക്കെ നമ്മൾക്ക് മനസ്സിലായത്. സാധാരണ മദ്യപാനികളെ പോലെ അല്ല, അമിതമായി മദ്യപിക്കും. അതിന്റെ ഭവിഷ്യത്താണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. പിന്നെ എനിക്ക് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മദ്യപാനികൾ കേരളത്തില് വളരെയധികം കൂടുതലാണ്. എത്ര വലിയ ആളായി പോകുന്ന കുടുംബങ്ങളാണ് ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബലിയാടായി മാറുന്നത്. ഇത് ഈ സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കുവാൻ സത്ര നടപടികൾ സ്വീകരിക്കുമെന്ന്, നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, പറഞ്ഞോളൂ, തുടർന്നോളൂ. പറയുവാന് എനിക്ക് വാക്കുകളില്ല. കാരണം ഇങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ ഫാമിലിയില്, ഞങ്ങളുടെ ബന്ധത്തില് ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇങ്ങനൊരു സംഭവം അതൊരു വല്ലാത്തൊരു ആഘാതത്തിലാണ്. എങ്കിലും ഞങ്ങള് കുഞ്ഞുനാൾ തൊട്ട് കുഞ്ഞിനെ സംരക്ഷിച്ച് വളർത്തി, ഇതിന്റെ കുഞ്ഞുനാൾ തൊട്ട് ഞങ്ങളെ എടുത്തുകൊണ്ട് നടന്ന് വളർത്തി ആ ചിത്രമാണ് ഇപ്പം മനസ്സിൽ തെളിയുന്നത്. വല്ലാത്ത ദുഃഖത്തിലിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പെൺകുട്ടികൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. നിങ്ങൾ വലിയ വേദനയിലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കേണ്ടതുമുണ്ട്. നമ്മൾ ഷമീറിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. ഷമീർ, ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കൊച്ചച്ഛനാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നതും ഇതേ തരത്തിലാണ്. ഇങ്ങനെയൊന്നും ഉണ്ടാകാൻ ഇടയില്ല, നമ്മൾ നോക്കി വളർത്തിയ പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിക്കാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നത് എന്ന തരത്തിലാണ് അവർ പ്രതികരിക്കുന്നത്. മദ്യപാനം അടക്കമുള്ള കുഴപ്പങ്ങൾ ഈ ആരോപണ വിധേയനായ ആൾക്കുണ്ടെന്ന കാര്യം കൂടി അവർ ആരോപിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നിലവിൽ ആ കുടുംബത്തിന്റെ ആരോപണം ഇത്തരത്തിലാണ്. അതായത് അതിലെ നിരന്തരമായി ഇയാൾ മദ്യപിച്ചെത്തി മർദ്ദിക്കുന്നു. ചില സമയങ്ങളിൽ ഇയാൾ ഭ്രാന്തനെ പോലെ ഇയാൾ പെരുമാറുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് ആ കുടുംബത്തിനുള്ളത്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട ആരോപണം അവർ ഉന്നയിക്കുന്നു, ഈ പരാതിയിൽ ഉന്നയിക്കുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം സംസ്ഥാന പോലീസ് നടത്തണം എന്നാണ് അവരുടെ ആവശ്യം. അത്തരത്തിലാണ് ഈ പരാതി പോലീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടുകൂടി അതുല്യയെ ഷാർജയിലെ റോളയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു. അതിന് പിന്നിൽ അവരുടെ ഭർത്താവ് സതീഷാണ്, അതുല്യയുടെ ഭർത്താവ് സതീഷാണ്. സതീഷിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഗാർഹിക പീഡനത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി ചവറ പോലീസിന് മുമ്പിൽ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പരാതി പോലീസ് പരിശോധിക്കും, അതിൽ മൊഴിയെടുക്കും. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമപ്രശ്നം, ഈ സംഭവം നടക്കുന്നത് രാജ്യത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ എന്തൊക്കെ നടത്തുന്നു, ആ നടപടിക്രമങ്ങൾ എന്താണ് നടത്തുന്നതെന്ന് പരിശോധിക്കും. അതിനു മുമ്പ് തന്നെ പോലീസിന് ഈ കേസിൽ കൊല്ലം സ്വദേശിനിയെ ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്.